എല്ലാവർക്കും നമസ്കാരം. കൊല്ലവർഷം 1200 ആണ്ട് ചിങ്ങമാസം 1-ാം തീയതി മുതൽ കർക്കിടകം 31-ാം തീയതി വരെയുള്ള മേടം മുതൽ മീനം വരെയുള്ള 12 കുറുകൾ ജനിച്ചവരുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. രാശിഫലങ്ങൾ പൊതുഫലങ്ങളാണ്. ജാതകരീതിയിൽ നടക്കുന്ന ദശാപഹാര ഫലങ്ങൾക്കനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. ഒരു വീഡിയോയിലേക്ക് കടക്കാം. കന്നിക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. 9-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് നന്നായി പഠിച്ച് പരീക്ഷകളിൽ വിജയം നേടാൻ സാധിക്കും. പഠനം കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കും. ജോലിയിലുള്ളവർക്ക് മേലുദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകും. അനുകൂലമായ സ്ഥലം മാറ്റം ലഭിക്കും. വില കൂടിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും വാങ്ങുവാൻ യോഗമുണ്ടാകും. വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി കുട്ടികളില്ലാത്തവർക്ക് ഈശ്വരാനുഗ്രഹത്താൽ സന്താനഭാഗ്യം ലഭിക്കും. പിതാവുമായി ഉണ്ടായിരുന്ന അഭിപ്രായ ഭിന്നത മാറും. വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകും. ദൈവാനുഗ്രഹം അധികരിക്കും. ആരോഗ്യം മെച്ചപ്പെടും. ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും. യാത്രകൾ മൂലം മനസ്സന്തോഷമുണ്ടാകും. മേടമാസം 31-ാം തീയതി വ്യാഴം തൊഴിൽ സ്ഥാനത്തിലേക്ക് മാറിയതിനു ശേഷം ജോലിയിലുള്ളവർക്ക് ജോലിഭാരം അധികരിക്കും. ചിലർക്ക് സ്ഥാനമാറ്റവും സ്ഥലം മാറ്റവും ഉണ്ടാകും. സ്വയം തൊഴിൽ ചെയ്യുന്നവർ വിപണി സാഹചര്യം മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട സമയമാണിത്. ജന്മരാശിയിൽ കേതുവും 7-ാം ഭാവത്തിൽ രാഹുവും സഞ്ചരിക്കുന്നതിനാൽ നന്നായി ചിന്തിച്ചതിന് ശേഷം പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമാണിത്. ധനപരമായ കാര്യങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. മറഞ്ഞിരിക്കുന്ന എതിർപ്പുകളെ അറിയാനും അവയെ മറികടക്കാനും സാധിക്കും. സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിതമായ ചില സഹായങ്ങളിലൂടെ തൊഴിൽ അവസരങ്ങൾ ലഭിക്കും. ഇടവ മാസത്തിലെ രാഹുകേതു മാറ്റത്തിന് ശേഷം വിദ്യാർത്ഥികൾ പഠനപരമായ കാര്യങ്ങളിൽ കൂടുതൽ മികവ് പുലർത്തും. വിദ്യാഭ്യാസ സംബന്ധമായ യാത്രകൾ, വിദേശ പഠനം എന്നിവയ്ക്കുള്ള അവസരങ്ങളും വന്നുചേരും. സാമ്പത്തിക പ്രതിസന്ധികൾ നീങ്ങുകയും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതുമാണ്. വിവാഹം മുതലായ മംഗളകാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങി മംഗളകാര്യങ്ങൾ നടക്കും. ശനി 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ജോലി, തൊഴിൽ, സാമ്പത്തികം ഇതുപോലെ പല കാര്യങ്ങളിലും അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് കലാകായിക മത്സരങ്ങളിൽ വിജയം നേടാനും സാധിക്കും. പഠനം കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല ശമ്പളത്തോടു കൂടിയ ജോലി ലഭിക്കുന്നതാണ്. ജാതകത്തിൽ സൂര്യൻ്റെ സ്ഥിതിയും ഇപ്പോൾ നടക്കുന്ന ദശാപഹാരങ്ങളും അനുകൂലമാണെങ്കിൽ സർക്കാർ ജോലി ലഭിക്കാനും സാധ്യതയുള്ള സമയമാണിത്. ജോലിയിലുള്ളവർക്ക് പ്രമോഷനും അനുകൂലമായ സ്ഥലമാറ്റവും ലഭിക്കും. താൽക്കാലിക ജോലിയിലുള്ളവർക്ക് ജോലി സ്ഥിരപ്പെടും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ സാധിക്കും. വാടക വരുമാനവും ലഭിക്കും. മീനമാസം 15-ാം തീയതി ശനി രാശി മാറുന്നതോടെ കണ്ടകശനി കാലം തുടങ്ങുന്നതിനാൽ കുറച്ച് ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതിനെപ്പറ്റി ശനിമാറ്റത്തെക്കുറിച്ചുള്ള വീഡിയോയിൽ വിശദമായി പറയുന്നതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ കഴിഞ്ഞുപോയ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം പൊതുവെ അനുകൂലമായ ഫലങ്ങളായിരിക്കും ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കന്നിക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.